നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. സോൾ ലീഡർഷിപ്പ് കോൺക്ലേവിന്റെ ആദ്യ പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മാലിന്യമുക്ത നവകേരളം ലക്ഷ്യം കൈവരിക്കുന്നതിന് സമൂഹം ഉത്തരവാദിത്തം കാട്ടണമെന്ന് മന്ത്രി എം പി രാജേഷ്. അഗ്രി ബിസിനസുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് FPO മേള കോഴിക്കോട്ട് ഇന്ന് ആരംഭിക്കും. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് 6 വിക്കറ്റിന്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ കേരള ഗുജറാത്ത് മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക്. വാർത്തകൾ വിശദമായി. സോൾ ലീഡർഷിപ്പ് കോൺക്ലേവിന്റെ ആദ്യ പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് ടോബ്ഗെ വിശിഷ്ടാതിഥിയായി മുഖ്യപ്രഭാഷണം നടത്തും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. രാഷ്ട്രീയം, കായികം, കല, മാധ്യമങ്ങൾ, ആത്മീയ ലോകം, പൊതുനയം, ബിസിനസ്, സാമൂഹിക മേഖല തുടങ്ങി വിവിധ മേഖലകളിലെ നേതാക്കൾ അവരുടെ പ്രചോദനാത്മകമായ ജീവിതയാത്രകൾ പങ്കുവയ്ക്കുന്ന പ്രധാന വേദിയായി 2 ദിവസത്തെ സോൾ ലീഡർഷിപ്പ് കോൺക്ലേവ് മാറും. സഹകരണവും ചിന്താ നേതൃത്വവും പരിപോഷിപ്പിക്കുന്ന സോൾ ലീഡർഷിപ്പ് കോൺക്ലേവ് പരാജയങ്ങളിൽ നിന്നും വിജയങ്ങളിൽ നിന്നും പഠിക്കാൻ യുവാക്കളെ പ്രചോദിപ്പിക്കും. ഔപചാരിക പരിശീലനത്തിലൂടെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭൂപ്രകൃതി വിശാലമാക്കുന്നതും കോൺക്ലേവിന്റെ ലക്ഷ്യമാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമല്ല, പൊതുസേവനം, പ്രതിബദ്ധത, അഭിനിവേശം എന്നിവയിലൂടെ ഉയർന്നുവരുന്നവരെയും ഇതിൽ ഉൾപ്പെടുത്തും. സംസ്ഥാനത്തിന്റെ വ്യവസായ മേഖലയുടെ കുതിപ്പിന് പുത്തനുണർവ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കം. ബോൾഗാട്ടി ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ 2 ദിവസത്തെ നിക്ഷേപക സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ജയന്ത് ചൌധരി, UAE സാമ്പത്തികകാര്യമന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി, ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദെൽ ഫക്രു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നോർക്ക റൂട്ട്സ് ചെയർമാൻ MA യൂസഫ് അലി, നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെ 3000-ഓളം പേർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി അഭിസംബോധന ചെയ്യും. മാലിന്യമുക്ത നവകേരളം ലക്ഷ്യം കൈവരിക്കുന്നതിന് സമൂഹം ഉത്തരവാദിത്തം കാട്ടണമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഉത്തരവാദിത്ത ബോധമില്ലാതെ മാലിന്യം വലിച്ചെറിയുന്ന സമീപനത്തിനും മനോഭാവത്തിനും മാറ്റമുണ്ടാകണം. ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടിയാൽ പിഴയും ശിക്ഷയും ഉൾപ്പെടെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദേശീയ സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് കേരളത്തെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന് ശ്രമം നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത ഹരിത എക്സൈസ് ഓഫീസ് തീവ്രയത്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ ജാഗ്രതാ കാലണ്ടർ പ്രകാരം പകർച്ചവ്യാധികൾക്കെതിരെ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യ കലണ്ടർ പ്രകാരം കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ജില്ലകൾ ഉറപ്പാക്കണം. കഠിനമായ ചൂടും തുടർന്ന് ഇടവിട്ടുണ്ടാകുന്ന മഴയും കാരണം പകർച്ചവ്യാധികൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ട് പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ മന്ത്രി ജില്ലകൾക്ക് നിർദ്ദേശം നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണവും പകർച്ചവ്യാധി പ്രതിരോധവും സംബന്ധിച്ച ഉന്നതതല യോഗത്തിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുല്ലപ്പെരിയാർ ഡാമിൽ ജലസേചന വകുപ്പിന്റെ ജലജീവൻ ബോട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ വൈകിട്ട് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡാമിന്റെ താഴ്വാരങ്ങളിൽ താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഡാമിലെ ജലനിരപ്പ്, മഴയുടെ അളവ്, നീരൊഴുക്ക്, ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യം, തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവ് എന്നിവയുടെ കൃത്യമായ നിരീക്ഷണത്തിനാണ് പുതിയ ബോട്ട് അനുവദിച്ചത്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നിർവ്വഹണ പുരോഗതി വിലയിരുത്തുന്നതിനായി അട്ടപ്പാടിയിലെ ആദിവാസി ഉന്നതികളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. അടുത്ത മാസം കാലാവധി അവസാനിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഈ മാസം തന്നെ വിതരണം ചെയ്യാൻ കമ്മീഷൻ പ്രദേശത്തെ റേഷൻ കടകൾക്ക് നിർദ്ദേശം നൽകി. ഒലവക്കോട്, വാളയാർ റേഞ്ചിലെ വിവിധ ഉന്നതികൾ കമ്മീഷൻ ഇന്ന് സന്ദർശിക്കും. കൊച്ചി കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനായ മനീഷ്, സഹോദരി ശാലിനി, അമ്മ ശകുന്തള എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതാനും ദിവസങ്ങളായി മനീഷ് ഓഫീസിൽ എത്താതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയവരാണ് ജാർഖണ്ഡ് സ്വദേശികളായ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ അഴുകിയ നിലയിലായിരുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നു. FPO മേള ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. അഗ്രി ബിസിനസുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര ഗവൺമെന്റ് പിന്തുണയോടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് 3 ദിവസത്തെ മേള സംഘടിപ്പിക്കുന്നത്. ചെറുകിട കർഷകർ, കർഷക കൂട്ടായ്മകൾ, കാർഷികോൽപ്പന്ന സംഘടനകൾ എന്നിവയുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. മേള മന്ത്രി P. പ്രസാദ് രാവിലെ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
കേരളത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്കും സംരംഭകത്വം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, വിപണി ലക്ഷ്യമായുള്ള ഉൽപാദന പ്രക്രിയ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് FPO മേള സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന 10,000 FPO പദ്ധതിക്ക് കീഴിൽ സ്ഥാപിതമായ FPOകളുടെ സുസ്ഥിരതയും പ്രവർത്തനക്ഷമതയും ഉറപ്പാക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് മേള. കാർഷിക മേഖലയെയും മൂല്യവർദ്ധിത ഉൽപ്പന്ന മേഖലയെയും ശക്തിപ്പെടുത്തുന്നതിനും വിപണനം, ബ്രാൻഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും അവസരമൊരുക്കുന്നതിനോടൊപ്പം സാമ്പത്തിക വശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനങ്ങളും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കും. കർഷകർ, അഗ്രി ബിസിനസ് വിദഗ്ധർ, കർഷക സംഘങ്ങൾ, വ്യവസായ പ്രമുഖർ എന്നിവർക്കിടയിൽ പരസ്പര സഹകരണവും പങ്കാളിത്തവും വളർത്തുന്നതിനുള്ള ബിസിനസ് ടു ബിസിനസ് മീറ്റും മേളയുടെ ഭാഗമായി നടക്കും. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന റൈസാപ്പ് സംരംഭകമേളയോടനുബന്ധിച്ച് പ്രദർശന വിപണനമേള ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനത്തിൽ മന്ത്രി പി പ്രസാദ് മുഖ്യാതിഥിയാവും. ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് നേരിട്ടെത്തിക്കാൻ അവസരമൊരുക്കുകയും സംരംഭക പ്രവണത പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യം വെച്ചാണ് ഗവേഷണ സ്ഥാപനത്തിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ നേതൃത്വത്തിൽ മേള സംഘടിപ്പിച്ചത്. ഗുണമേന്മേറിയ നടീൽ വസ്തുക്കൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിലൂടെ കർഷകരെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ വിത്തുൽപാദന കേന്ദ്രങ്ങൾക്ക് കഴിയുമെന്ന് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ആലുവ വിത്തുൽപാദന കേന്ദ്രത്തിൽ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആലുവ വിത്തുൽപാദന കേന്ദ്രത്തിന് അനുവദിച്ച ബോട്ട് ഉടൻ ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രസിദ്ധമായ പൊന്നത്തങ്കം ഇന്ന് ആരംഭിക്കും. തലശ്ശേരിക്കടുത്ത് പൊന്നം ഏഴരക്കണ്ടത്തിലാണ് പൊന്നത്തങ്കം പരിപാടി നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തച്ചോളിയോധേനനും കതിരൂർ ഗുരുക്കളും അവസാനമായി അംഗം കുറിച്ച പൊന്നം ഏഴരക്കണ്ടത്താണ് പൊന്നത്തങ്കം അരങ്ങേറുന്നത്. വീറും വാശിയുമേറിയ ആ അംഗത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് 2015 മുതൽ സാംസ്കാരിക വകുപ്പ്, ഫോക്ലോർ അക്കാദമി, കതിരൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ അംഗം നടക്കുന്നത്. മലയാള മാസമായ കുംഭം 9, 10, 11 തീയതികളിലായി നടന്ന അംഗത്തെ ഓർമ്മപ്പെടുത്തിയുള്ള പരിപാടിയിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 22 കളരിപ്പയറ്റ് സംഘങ്ങൾ പങ്കെടുക്കും. കൂടാതെ ദിവസവും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. സ്പീക്കർ AN ഷംസീർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിന് ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. ഡെസ്ക് റിപ്പോർട്ട്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് ഉയർത്തി 229 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 46.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 231 റൺസ് എടുത്ത് അനായാസം മറികടന്നു. 129 മുതൽ 101 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 41 റൺസും വിരാട് കോഹ്ലി 22 റൺസും ശ്രേയസ് അയ്യർ 15 റൺസും എടുത്ത് അപ്രതീക്ഷിതമായി പുറത്തായപ്പോൾ തുടർച്ചയായ രണ്ടാം ഏകദിന സെഞ്ചുറി നേടി പുറത്താകാതെ നിന്ന ഓപ്പണർ ഗില്ലിന്റെ പ്രതിരോധം ഇന്ത്യയ്ക്ക് കരുത്തായി. KL രാഹുൽ 41 റൺസുമായി പുറത്താകാതെ നിന്നു. ബംഗ്ലാദേശിനായി റിഷാദ് ഹുസൈൻ 2ഉം തസ്കിൻ അഹമ്മദ്, മുസ്താഫിസുൽ റഹ്മാൻ എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി. ചാമ്പ്യൻസ് ട്രോഫിയിൽ 5 വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയുടെ ആദ്യ പേസറായി മുഹമ്മദ് ഷമി. മറ്റന്നാൾ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ഇന്ന് അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. കറാച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 മത്സരം. അഹമ്മദാബാദിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ കേരള ഗുജറാത്ത് മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഒന്നാം ഇന്നിംഗ്സിൽ ഇരു ടീമുകൾക്കും നിർണായക ദിനമാണ് ഇന്ന്. ഗുജറാത്തിന് ഇന്ന് 29 റൺസ് എടുത്താൽ ഫൈനലിൽ എത്താനാകും. അതിനു മുമ്പ് 3 വിക്കറ്റ് എടുത്താൽ ചരിത്രം കുറിച്ച് കേരളം ഫൈനലിലെത്തും. രണ്ടാം ഇന്നിംഗ്സിന് സമയമില്ലാത്തതിനാൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടുന്ന ടീം ഫൈനലിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. നാഗ്പൂരിൽ നടക്കുന്ന സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈക്കെതിരെ വിദർഭ വിജയപ്രതീക്ഷയിലാണ്. ഷാർജയിൽ പിങ്ക് ലേഡീസ് കപ്പ് 2025 ക്യാമ്പയിൻ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യ ജോർദാനെ പരാജയപ്പെടുത്തി ആദ്യ ജയം നേടി. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജയം. മറ്റന്നാൾ അടുത്ത മത്സരത്തിൽ ഇന്ത്യ റഷ്യയെ നേരിടും. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ FC മുഹമ്മദൻ SCയെ പരാജയപ്പെടുത്തി. കൊൽക്കത്തയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജംഷഡ്പൂരിന്റെ ജയം. ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 ഷില്ലോങ്ങിലാണ് മത്സരം. ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കറെ വൈകിട്ട് കാസർകോട് നഗരസഭ ആദരിക്കും. വിദ്യാനഗർ ചെട്ടുംകുഴിയിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നത്. മുനിസിപ്പൽ സ്റ്റേഡിയം റോഡിനെ സുനിൽ ഗവാസ്കർ മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് നാമകരണം ചെയ്യുന്ന ചടങ്ങിലും ഗവാസ്കർ പങ്കെടുക്കും. കേരള രാഷ്ട്രീയത്തിന് വഴികാട്ടിയ മുസ്ലിം ലീഗ് നേതാവായിരുന്നു സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട്ട് സൌദി KMCC സെന്റർ ഉദ്ഘാടന ചടങ്ങിൽ ബാഫക്കി തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സെന്റർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സോൾ ലീഡർഷിപ്പ് കോൺക്ലേവിന്റെ ആദ്യ പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മാലിന്യമുക്ത നവകേരളം ലക്ഷ്യം കൈവരിക്കുന്നതിന് സമൂഹം ഉത്തരവാദിത്തം കാട്ടണമെന്ന് മന്ത്രി MB രാജേഷ്. അഗ്രി ബിസിനസുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് FPO മേള കോഴിക്കോട്ട് ഇന്ന് ആരംഭിക്കും. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് 6 വിക്കറ്റിന്.
രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ കേരള ഗുജറാത്ത് മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.